ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ, ഇന്ന് നമ്മളൊരു തീരാത്ത യാത്രയിലാണ് മക്കളെ. ഒരു മന്തി തേടിയുള്ള യാത്രയിൽ വന്ന് എത്തിയത് കാന്താരിയിലാണ്. ഇതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മന്തി എന്ന് പറയുന്നത് ഒന്നൊന്നര മന്തിയാണ്. എസ്പെഷ്യലി ഈ മയോണൈസ് കഴിച്ചുകൊണ്ടിരിക്കാം. പിറ്റേ ദിവസം ഒരു റിപ്പീറ്റഡ് ഓഡിയൻസായിട്ട് ഞാൻ വന്ന് എത്തിയത് സെയിം കാന്താരിയിലാണ് കേട്ടോ. നമുക്ക് ഉള്ളിലോട്ട് പോവാം. കാന്താരി ചെറിയ കടയാണെങ്കിൽ നല്ല വൃത്തിയും വെടിപ്പോയിട്ട് നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല വൃത്തിയുണ്ട്, നല്ല രസവുമാണ് കാണാൻ തന്നെ. ഇതാണ് നമ്മുടെ മുനീരേട്ടനി. പുള്ളിക്കാരനാണ് ഇവിടുത്തെ ആളിനാളായിട്ട് ഈ കടയെ സംരക്ഷിച്ച് സൂപ്പറായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾ. ഇവിടെ ആൾമോസ്റ്റ് ഫുഡ് റെഡിയായി കിച്ചന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കിച്ചൺ നല്ല വൃത്തിയും ടൈഡിയും ആയിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അത് പ്രത്യേകിച്ച് പറയണം. ഇവിടെ നമ്മുടെ നോൺ വെജ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നോൺ വെജ് എല്ലാം റെഡിയായി ഫ്രണ്ട് ഡെസ്കിലോട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ കറിയാണ്. കണ്ടില്ലേ, ചിക്കൻ പെപ്പറും കൂടെ ചേർത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ബീഫ് കറിയാണ്, നല്ല ബീഫ്. ഇത് നമ്മുടെ ഒട്ടകമാണ് കേട്ടോ. ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടകം എൻ്റെ മുഖത്തെ നല്ല മണമാണ്. ഈ നോൺ വെജ് കഴിക്കാത്തവർക്ക് ഇവിടെ വെജിറ്റബിൾ കറിയുണ്ട്. പിന്നെ കപ്പ റെഡിയായി ഇരിപ്പുണ്ട്. ഉച്ചയ്ക്ക് വരുന്നവർക്ക് നല്ലൊരു ഊണ് കഴിച്ചിട്ട് പോവാം. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഊണെന്ന് പറയുന്നത്. രാത്രി വരുന്നവർക്ക് ആലു പൊറോട്ടയും ചിക്കൻ കറിയും ബീഫും ആയിട്ടൊക്കെ വെച്ച് കഴിക്കാം. മുനീരേട്ടാ, എത്ര വർഷമായിട്ടാണ് ഈ കടയിൽ ചേട്ടൻ ജോലി ചെയ്യുന്നത്? ഞാൻ ഒരു വർഷമായിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാണ്ട് പോകുന്ന ബിസിനസ്സൊക്കെ അടിപൊളിയാണ്. കസ്റ്റമറിൻ്റെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആൾക്കാർ എന്താണ് ഭക്ഷണം കൂടുതൽ ആഗ്രഹിച്ച് കഴിക്കുന്നത്? നാട് വിട്ട് നിൽക്കുമ്പോഴേ എല്ലാ ഭക്ഷണം മൂവിങ് ഉണ്ട്, എല്ലാ ഫുഡും പോകുന്നുണ്ട്. ഈ കാണുന്ന ഫുഡ് കപ്പ ബിരിയാണി കാണിച്ചു കൊടുക്കുന്നത്, ബീഫുണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, കപ്പ ബിരിയാണി ചിക്കനിലുണ്ട്, ബീഫിലുണ്ട്, പിന്നെ ലെഗിലുണ്ട്. അപ്പോൾ ഇനി വരാനുള്ള കസ്റ്റമറിൻ്റെ അടുത്ത് താങ്കൾക്ക് എന്താണ് അഭിപ്രായം പറയുന്നത്? എല്ലാവരും ഫുഡ് വന്നിട്ട് ചെക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അഭിപ്രായം മാത്രം പോരല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് വരികയും ചെയ്യണമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരെയും വായോ എന്ന് വിളിച്ചു. എല്ലാവരും വായോ കാന്താരിയിലേക്ക്. അപ്പോൾ മുനീറിൻ്റെ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് വേറെ ലെവൽ, വേറെ വൈബ്, വേറെ മൂഡാണ്. ഈ മുനീർ ചിരിച്ചുകൊണ്ടിരിക്കും പോലെ തന്നെയാണ് ഈ ഹോട്ടലിൻ്റെ ഭക്ഷണവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോയിൽ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ഇവിടെ ഒരു കസ്റ്റമർ ഇരിപ്പുണ്ട്, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുക്കണമെന്നൊരു കൗതുകം തോന്നി. സാർ ഒരു വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. സാറിൻ്റെ പേരെന്നാ? ഇബ്രാഹിം. സാർ ഫുഡ് എങ്ങനെയുണ്ട് സാർ ഇവിടുത്തെ? നല്ല ഫുഡാണ്. സാർ റെഗുലർ കസ്റ്റമറാണോ? കണ്ടില്ലേ, സാറിൻ്റെ ഈ കഴിപ്പ് കാണുമ്പോഴേ അറിയാം ഫുഡിൻ്റെ ലെവൽ യാതൊരു വൈബാണെന്ന്. അപ്പോൾ സാറേ, എങ്ങനെയാണ് ഇപ്പോഴും നിങ്ങൾ ഇന്നെന്താ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്? ഒട്ടകത്തിൻ്റെ ബിരിയാണിയാണോ ഇല്ല നാടൻ ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണിയാണോ ഓർഡർ ചെയ്തിരിക്കുന്നത്? എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഫ്ലേവർ എങ്ങനെയുണ്ട്? റൈസ് പ്രോപ്പറായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ സൂപ്പർ അല്ലേ സാറേ? താങ്ക് യു സാർ.